മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ മദീനയിലെ ചെറുപ്പക്കാരന്റെ ചരിത്രം നിങ്ങൾക്കതറിയാം. ഉമർ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ എവിടെയെന്ന്, കണ്ടില്ലെങ്കിൽ എവിടെയെന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ മദീനയിലെ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന് ആ ചെറുപ്പക്കാരനോട് പ്രേമം തോന്നി, അനുരാഗം തോന്നി. അതവള് നാട്ടുകാരായ കൂട്ടുകാരികളായ ചില പെണ്ണുങ്ങളോട് പറഞ്ഞു, ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനെ എനിക്ക് വേണമെന്നവള് പ്രശംസതരാക്കാൻ പ്ലാനുകൾ തയ്യാറാക്കി. ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ വൃദ്ധയായൊരു പെണ്ണ് റോഡിന്റെ അരികിൽ നിന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരായ എന്നെ സഹായിക്കണം, ഞാനൊരു പാവം പെണ്ണാണ്, വൃദ്ധയാണ്, എനിക്ക് ആടുകളുണ്ട്, പാല് കറക്കാൻ എന്നെ കൊണ്ടാവില്ല, എന്നെ ഒന്ന് വീട് വന്ന് സഹായിക്കുമോ, വീട് വരെ വന്ന് സഹായിക്കാമോ? ചെറുപ്പക്കാരൻ വിചാരിച്ചു, നല്ല കാര്യത്തിനല്ലേ വിളിക്കുന്നു, നന്മ ചെയ്തു കൊടുക്കാം. വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഉമ്മ വാതിലടക്കുന്നത്. അവിടെ വേറെയും പെണ്ണുങ്ങളുണ്ട്. എല്ലാം പിമ്പുകളുടെ പണി ചെയ്തു കൊടുക്കുന്ന പോലെ ആ യുവതിയായ ചെറുപ്പക്കാരിക്ക് പ്രായമുള്ളൊരു പെണ്ണ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. വ്യഭിചാരത്തിന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അട്ടഹസിച്ചു. കൊതറി ഓടാൻ നിൽക്കുമ്പോൾ ഈ പെണ്ണ് നിലവിളിച്ചിട്ട് പറഞ്ഞു, ദേ എന്നെ ആക്രമിക്കാൻ, എന്നെ കയറി പിടിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ പീഡന കേസ് അങ്ങനെ വരിക. ആദ്യം അതുപോലെ തന്നെ സമ്മതിച്ച് കുഴപ്പമില്ല, നടന്നു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. സംഗതി വിളിച്ചെത്തായ പീഡനം, പ്രശ്നം. എന്നെ പിടിക്കാൻ വന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അയൽപക്കക്കാരായ ആളുകളൊക്കെ വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അടിച്ചു, ഒരുപാട് അടിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടപാടെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുഖ്ലിഫു മന്നീ ഫീ. ഈ ചെറുപ്പക്കാരനെ പറ്റി എനിക്കൊരു നല്ല തോന്നലുണ്ടല്ലോ, ആ നല്ല തോന്നലിന് ഒരു കുഴപ്പവും പറ്റാതിരിക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ മോശപ്പെട്ടതെന്തും എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ ഇടവരുത്തരുതേ. നിങ്ങളോട് ചോദിച്ചു എന്താണ് വിഷയം? അത് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവൻ കയറി വന്നു, ഞങ്ങളെ കയറി പിടിക്കാൻ ശ്രമിച്ചു, ഞങ്ങളെ കടിച്ചു വീഴ്ത്തിയതാണ്. ചെറുപ്പക്കാരനെ ചോദിച്ചു, സത്യം ഇതാണോ? പറഞ്ഞില്ല. അല്ല അമീറുൽ മുഅ്മിനീൻ, ഇതല്ല സംഭവിച്ചത് മറിച്ചാണ്. ആ നേരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പെണ്ണുങ്ങൾ മുഴുവനും കൊണ്ടുവരണം. ആരാണ് നിന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? ആ വൃദ്ധയായ പെണ്ണിനെ കാണുന്നില്ല. മദീനയിലെ വീട്ടുകാരിൽ ഓരോരുത്തരോടും ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓരോരോ പെണ്ണുങ്ങളും പോകുമ്പോൾ ഇവളാണോ? അവസാനം അജൂസൻ, വൃദ്ധയായ ഒരു പെണ്ണിനെ കണ്ടു. അജൂസ് എന്നൊക്കെ അറബിയിൽ പറയണമെങ്കിൽ 70ഓളം വയസ്സാവണം. 70 അജൂസ് എന്ന് പറയുള്ളൂ. അജൂസ് എന്ന് പറയില്ല. ആണും പെണ്ണും സമമാകുന്ന ഒരു പ്രായം. പിന്നെ ഒരു പെണ്ണിന്റെ ഒരു വിഷമമൊന്നുമില്ല. അതൊരു ഇഖ്തിലാത്ത് വരെ ചെയ്ത് നടന്നേക്കും ചിലപ്പോ. അറബ് ഭാഷ പോലും അങ്ങനെയാണ്. അജൂസ് അത്രക്കും പ്രായമായിട്ടുണ്ട്. അവരെ പറ്റി ഒരു ആശയും ഒരു ആഗ്രഹം തോന്നാത്ത പ്രായം. ഒരു 80 ആയി കഴിഞ്ഞു. ഇനിയുണ്ട്. ആ പ്രായമായ പെണ്ണാണ് ഈ പണി ചെയ്തത്, പറ്റിച്ചു കൊടുത്തത്. ആടിനെ കറക്കാനാണെന്ന് പറഞ്ഞ്, പാല് കറക്കാനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയ പെണ്ണ്. ചെറുപ്പക്കാരൻ കണ്ടിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇവളാണ് ആ പണി ചെയ്തത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ വേണ്ടി കൈയുയർത്തി. ഉസ്തുഖീനി, സത്യം പറ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ പെണ്ണ് സത്യം പറഞ്ഞു കൊടുത്തത്, കഥ പറഞ്ഞു കൊടുത്തത്. ഞങ്ങളെ ഇവൻ കയറി പിടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ഇവനെ കയറി പിടിക്കാൻ വന്നതായിരുന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീനാ ശബീഹ യൂസുഫ് നബിയെ പോലത്തെ ആളുകളെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തന്ന പടച്ചവനെ നിനക്ക് നന്ദി അല്ലാഹ്, നിനക്ക് സ്തുതി അല്ലാഹ്. നിന്നെ ഭയപ്പെടുന്നവരുണ്ടല്ലോ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ, അല്ലാഹു തആല നമുക്ക് അങ്ങനെയൊക്കെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കും തൗഫീഖ് കൊടുക്കട്ടെ. തിന്മയുടെ സാഹചര്യങ്ങൾ ഒരുപാടാണ്, മുമ്പിലൂടെ ഒരുപാട് വരും. പിന്മാറാൻ